സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു ഐറ്റം പറഞ്ഞു തരട്ടെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വെക്കുക. പിന്നെ ശർക്കര ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി വെക്കുക. പിന്നെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതേ പാനിലേക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ റവ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കുക. റവ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ നമുക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം എടുത്ത് വെച്ച ചിരവിയ തേങ്ങ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി ഒരു നല്ലൊരു കൺസിസ്റ്റൻസി വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടി ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരും. അപ്പം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയതിന് ശേഷം വീണ്ടും 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഒന്ന് കുറുകി വരുമ്പം ഒരു നുള്ളു ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇളക്കിയെടുത്താൽ നമ്മൾ ഹൽവ റെഡിയായി.